ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ചെറിയ ഫ്ലാഗ് അടക്കം തൂക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ ചെറിയ വാക്കേറ്റം നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു MSF പ്രവർത്തകരും ഒപ്പം തന്നെ ഈ ഒരു PT അംഗങ്ങൾ തമ്മിലാണ് ഒരു വാക്കേറ്റം നടന്നിരിക്കുന്നു. കയ്യാങ്കളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നു. എന്തായാലും ഈ ഒരു കലോത്സവം രണ്ടാമത് നടത്തണം, അല്ലെങ്കിൽ കുട്ടികളുടെ ഈ ഒരു അവതരണം രണ്ടാമത് ഇനിയും നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നതും. ഇന്നലെ ഏകദേശം 10 മിനിറ്റോളം നടത്തേണ്ടിയിരുന്ന ഒരു മൈമിംഗ് ആയിരുന്നു. ആ മൈമിംഗ് എന്നാൽ 2.5 മിനിറ്റ് മാത്രമേ നടത്തിയിരുള്ളൂ. അപ്പോഴേക്കും ഈ അധ്യാപകർ വന്ന് ഇത്തരത്തിൽ കർട്ടൻ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് അനൗൺസ്മെന്റ് നടത്തുന്നു. ഇനി മറ്റ് പരിപാടികളൊന്നും ഉണ്ടാവില്ല, മറ്റ് പരിപാടികൾക്ക് എല്ലാം സമാപനം കുറിച്ചിരിക്കുന്നു എന്ന അനൗൺസ്മെന്റ് നടക്കുന്നു. ഒപ്പം തന്നെ ഇന്നും കലോത്സവ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടികൾ മാറ്റിവെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. സുജിയ, MSFന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം അവതരിപ്പിച്ചതിലാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയാണോ അർച്ചന? സുജിയ, കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. MSF എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് MSFന്റെ തീരുമാനം. പ്രതിഷേധവും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കലോത്സവം രണ്ടാമത്തെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം. ഇത് അവസാനിപ്പിക്കുന്നവരെ, ഈ 2 അധ്യാപകരെ പിരിച്ചുവിടുന്നതുവരെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും. ഈ അധ്യാപകരെ അടക്കം പിരിച്ചുവിടണം, അല്ലെങ്കിൽ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളും അതായത് MSF പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. മുദ്രാവാക്യവുമായി ക്ലാസ് മുറിയിൽ എത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ക്ലാസ് മുറിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലാസ് മുറിയിൽ നിന്നാണ് യോഗം സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് മുറിയിലേക്ക് കടക്കുകയായിരുന്നു MSF പ്രവർത്തകർ എന്നുള്ളതാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ആളുകൾ ഇവിടേക്ക് തടിച്ചുകൂടുന്നു. കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.